ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകും. എല്ലാവരും അങ്ങനെ ഭഗവാനെ ഭജിക്കുക, എപ്പോഴും ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് അല്പം ഭാഗവതം നോക്കാം. ആദ്യമേ കീർത്തനം 1-2 ഖണ്ഡിക ചൊല്ലാം. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വാസുദേവ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ. കൈ തൊഴുന്നീ അച്യുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ വൃഷ്ണിവംശോത്ഭവ. കൈ തൊഴുന്നീൻ ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും. കൃഷ്ണ രാമ ഹരി കൃഷ്ണ രാമ ഹരി കൃഷ്ണ രാമ ഹരി കൃഷ്ണ രാമ ഹരി നാരായണ. കൃഷ്ണ രാമ ഹരി കൃഷ്ണ രാമ ഹരി വൃഷ്ണിവംശോത്ഭവ. കൈ തൊഴുന്നീ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ശ്രീ പരീക്ഷിത്തിന് സർപ്പം കടിച്ച് മരിക്കാനുണ്ടായ ബ്രാഹ്മണ ശാപം. ഇതൊക്കെ അറിയാൻ വേണ്ടി സുഖമഹാമനടുത്ത് ചോദിക്കുന്നു. അതിനെപ്പറ്റി പറയുവാണ്. ഗംഗാതീരത്ത് പോയിരുന്ന് ധ്യാനിച്ച് അദ്ദേഹം മോക്ഷത്തിലേക്ക് കടന്ന് ദേഹത്യാഗമൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ മഹാമുനിരത്ത് ആരാ ചോദിച്ച് മനസ്സിലാക്കുന്നത്? ശൗനകാദി മഹർഷിമാർ. അവർ ഈ കാര്യങ്ങളെല്ലാം ശുഗമഹാമുനി പറഞ്ഞു കൊടുക്കുന്നു. അത് നമ്മൾ ഇവിടം വരെ വായിച്ചു. അങ്ങനെ വന്ദനപൂർവം ക്ഷമാ നമസ്കാര അഭ്യർച്ചന ആനന്ദ സാധനങ്ങൾ കൊണ്ട് അന്യൂനാദര ഭക്തിയ തന്നെയും പരനെയും ഒന്നായി കണ്ടവൻ ഈശൻ പിന്നെയും നമസ്കരിച്ച അഞ്ജലി ഹസ്തത്തോടെ വന്ദനപൂർവം പരിചോടയച്ച അനന്തരം നമുക്ക് ഒന്ന് കയറ്റി വായിക്കുകയാണ്. പിന്നെ ധ്യാനത്തിലേക്ക് പോകുന്നതാണ്. മന്ദമെന്നിയേ മനകർണിക അഗ്ര അന്തർഭാഗേ തന്നുള്ളിൽ സകലാത്മാ തന്നെയും ധ്യാനിച്ചുകൊണ്ട് ഉന്നത ഭക്തിയ രാജ്യ ഐശ്വര്യാദി സമസ്തവും പുത്രങ്കൽ സമർപ്പിച്ചങ്ങ് ഏഷണത്രയങ്ങളും നിത്യരാഗാദികളും തെക്കുവാപി സവിദ്രുതം വിഗ്രഹം മാത്രം പരിഗ്രഹിച്ചു സംഘങ്ങൾ തന്നുൾക്കാമ്പിൽ ഒന്നെങ്കിലും കൂടാതെ നിരന്തരം തക്ഷകൻ വന്നു ദംശിച്ചിടായ്വാനാകും വണ്ണം രക്ഷകൾ സിദ്ധ ഔഷധ മന്ത്ര യന്ത്രാദ്യങ്ങളാൽ തൽക്ഷണേ ചെയ്യിപ്പിച്ച് ജാങ്കുലികാഢ്യന്മാരാം ഇക്ഷിതീസുരന്മാരോടൊത്തുടൻ പിരിയാതെ തൽക്ഷണേ മൃത്യുഞ്ജയ ജപങ്ങൾ കർമ്മങ്ങളും അത്യരം ഹോമങ്ങളും കൃത്വാ ദക്ഷിണകളും വിപ്രസദ്യാദികളും ഓരോരോ വിധം ക്രമാൽ ഉൽപ്പന്നാനന്ദ ചിത്തനായി തുടങ്ങിനാൻ മേന്മേൽ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. തക്ഷന്മാർ തമ്മെ വിളിപ്പിച്ചുകൊണ്ട് അനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടിക്കുറപ്പിച്ച് അതിലഘുതരം ഗംഗയിൽ ഏകസ്തംഭ അഗ്രത്തിങ്കൽ ദുരാരോഹമംഗല പ്രാസാദവും തീർപ്പിച്ചു. സമാപ്തിയാം ധർമ്മകർമാദികളും ചെയ്യിച്ചു. ദാനങ്ങളും നിർമ്മലം ചെയ്തു. ശുദ്ധ്യാ സർവാശീർവാദത്തോടും ചെന്ന് അതിൻ മുകൾ മധ്യേ പുക്ക് ദർഭകൾ വിരിച്ച് ഉന്നതൻ അനശനം ദീക്ഷിച്ചങ്ങ് ഉദീചിയെ നോക്കി വാണരുളിനാൻ മോക്ഷകാമ്യാർത്ഥമെന്ന് കേൾക്കയാൽ അവനീ ദേവന്മാരും മുനീന്ദ്രനും ശീഘ്രമങ്ങുടൻ വന്നു പാർത്ഥിവൻ തന്നെ കണ്ടു വായിക്കും. ഉൾത്താപം പൂണ്ടു സംഭാവിച്ചതു നേരം ഗോത്രജിൽ സുതാത്മജനന്ദനൻ അവർകളെ നേത്രഗോചരന്മാരായുദ്ധായ നമസ്കൃത്വ പാദ്യാർഘ്യാസനാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു വന്ദിച്ചാസ്ത്രയാ സൽക്കാരം ചെയ്തിരുത്തിയിരുന്നുടൻ കാർത്തികയോപമാനൻ മെല്ലവേ ചൊല്ലിയിടിനാൻ. അത് സുബ്രഹ്മണ്യന് തുല്യനായിരിക്കുന്ന ഈ പരീക്ഷത്തിനെ പറയുകയാണ്. എന്താ പറയുന്നത്? ഇവിടെ ദർഭകളൊക്കെ വിരിച്ച് ഒരു സ്തംഭം ഉണ്ടാക്കി നദി തീർത്ത് അതിൻ്റെ മുകളിൽ ഉശീതി, അതായത് വടക്കോട്ട് നോക്കി ഇരുന്ന് ധ്യാനിക്കാൻ. അതാണ് ഇതിൽ പറയുന്നത്. എല്ലാ ഔഷധങ്ങളെല്ലാം വേണ്ടതൊക്കെ സർപ്പം ദംശിച്ചാൽ എന്ത് വേണ്ടതല്ല യന്ത്രങ്ങളും മന്ത്രങ്ങളും ഔഷധം കൊടുക്കുന്ന എന്താ വൈദ്യന്മാരും എല്ലാവരും ഒത്തുചേർന്ന് അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് വടക്കോട്ട് നോക്കി അതായത് എന്താ ഉണ്ടാക്കിയത്? ഗംഗയിൽ ഏകസ്തംഭ അഗ്രത്തിൽ ദുരാരോഹ മംഗള പ്രാസാദവും ഒരു ഇരിപ്പിടം, ഒരു മാളിക പോലെ അതെല്ലാം അവിടെ തീർപ്പിച്ച് വെച്ചിട്ട് അവിടെ വടക്കോട്ട് നോക്കി ധ്യാനിക്കുകയാണ്. ആരാ? ഈ കാർത്തികയോ ഉപമാനൻ വല്ലഭേ പറയുന്നത്. സുബ്രഹ്മണ്യന് തുല്യനായിരിക്കുന്നത് ഈ പരീക്ഷത്ത് പറയുന്നു. ആർത്തനായി ചമഞ്ഞു ഞാനിങ്ങനെ മെലാലിപ്പോൾ. വിഷമായിപ്പോയല്ലോ ഈ ശാപം കിട്ടിയതുകൊണ്ട്. അങ്ങനെ ആർത്തനായി ചമഞ്ഞിട്ട് നായാടി ശ്രമിച്ച് അങ്ങ് പോരുമ്പോൾ എന്തെന്നില്ലാതായ സംഭ്രമം കൊണ്ട് ഭൂദേവ കോപത്താലേ ശാപവും എനിക്ക് ഏറ്റിത് 7-ാം നാൾ മരണം പോലാപൽ കാരണം. അതും ഈശ്വര മതമല്ലോ. ഇതെല്ലാം സംഭവിക്കേണ്ടതാണല്ലോ, ഭഗവാന്റെ നിശ്ചയമാണല്ലോ. ഖേദമില്ല എനിക്കിതിനേതുമേ യൂയം മമാമോദമാർന്ന് അനുഗ്രഹിച്ചിടുകിൽ വഴി പോലെ കേവലം. അല്ലെങ്കിൽ ഇന്നില്ലാരും ഗതിയേതും ആവോളം കാരുണ്യമുണ്ടാകണം എല്ലാവർക്കും. നിങ്ങളെനിക്ക് അതിന് വേണ്ടുന്നതെല്ലാം ചെയ്തു തരണം. എനിക്കാരും ഒരു ഗതിയില്ല, വഴിയില്ല. അതുകൊണ്ട് നിങ്ങളെന്നെ അനുഗ്രഹിക്കണം. അവിടെ ഇരിക്കുന്ന എല്ലാ മഹാമുനികളും അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ എന്നെ വേണ്ടുന്ന എനിക്ക് പറഞ്ഞു തരണം എന്ത് വേണമെന്ന്. ഭൂമിപനീവം നമസ്കാരേണ ചൊല്ലിയിടുമ്പോൾ മാമുനിമാരും ദ്വിജന്മാരും എല്ലാവരും തമ്മിൽ ചൊല്ലിനാൻ ഒരുമിച്ച് ചിന്തിച്ചു നിരന്തരം. മുനിമാരെല്ലാം കൂടെ ഒന്നിച്ച് എന്താ ഇതിനൊരു പോംവഴി എന്ന്. സ്വർലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദേന ബഹുമാനിച്ചു പോരും. നൃപനല്ലൽ വന്നകപ്പെട്ടതെല്ലാം ഈശ്വരമതം. എല്ലാവരും ബഹുമാനിക്കുന്ന ദേവേന്ദ്രൻ പോലും ബഹുമാനിക്കുന്ന നൃപനിതിങ്ങനെ സംഭവിച്ചു പോയല്ലോ. താൻ അറിയാതെ ചെറിയോരപരാധം ചെയ്ത മാനവേന്ദ്രനെ ക്രോധിച്ചിങ്ങനെ ശപിക്കയാൽ ഭൂദേവോത്തമ ശാപം തടുക്കാവല്ല. എങ്കിലും മേദിനീപതിയോട് ചേർന്ന് നാം പിരിയാതെ വാസം ചെയ്യണം. 7 വാസരം കഴിവോളം വാസുദേവനെ സേവിച്ച് എല്ലാവരും കൂടെ തന്നെ 7 ദിവസം വരെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഭഗവാനോട് പറയണം. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് ഈ രാജാവിനെ, ദേവന്മാർക്ക് പോലും. അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് പിരിയാതെ തന്നെ നമ്മൾ ഇത്രയും ദിവസവും 7 ദിവസവും അദ്ദേഹത്തിൻ്റെ കൂടൊപ്പം തന്നെ ഇവിടെ കഴിയണം. സാദരം ഏവം പ്രവചിച്ചവരൊരുമിച്ച് മാധവരാധം സംഭാവിച്ചിരുന്നിടും നേരം പ്രീതനായവൻ ഈശൻ താപസകുലവരവ്രാത വന്ദനം ചെയ്തു പിന്നെയും ചൊല്ലിയിടിനാൻ. വീണ്ടും പറയുന്നു. ഈ കാണാകിയ ഭവാന്മാരിൽ വച്ച് ഏകൻ
തെളിഞ്ഞ് ഉൾക്കാമ്പിലുടൻ പ്രസാദിക്കിലിന്നിപ്പോൾ തന്നെ നിശേഷ കാര്യങ്ങളും സിദ്ധങ്ങൾ എല്ലാവർക്കും നിശ്ചയം കില്ലില്ലേതും ഇങ്ങനെയുള്ളവരെല്ലാം ചിത്തകാരുണ്യം കലർന്ന് എന്നിൽ വാത്സല്യം ഒത്ത അഭിയുക്തന്മാരായി ഇങ്ങനെ വസിക്കയാൽ ജന്മത്തിൻ ഫലം സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ഉത്തമ ശ്ലോകൻ പദയുഗ്മ ആശ്രയം വിഭോ. ഇത്ര എല്ലാവരും ഒന്നിച്ചിരുന്ന് എന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഭഗവാൻ എന്നോട് ചെയ്യുന്ന കാരുണ്യം, നിങ്ങളുടെ വാത്സല്യമല്ല എനിക്ക് ഇങ്ങനെയുള്ളവരുടെ അവരോടൊത്ത് എനിക്ക് കഴിയാൻ ഒക്കുന്നത് എൻ്റെ ജന്മത്തിൻ്റെ യഥാർത്ഥമായ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ഫലം വന്നല്ലോ. കാരണം ആർക്കും കിട്ടാത്തൊരു ഇതാണ്. ആരൊക്കെങ്കിലും ഇങ്ങനെ ഭക്തന്മാർ ഒന്നിച്ചിരുന്ന് ഭഗവാനെ 7 ദിവസം പ്രാർത്ഥിക്കാച്ച കളിച്ച കാര്യമാണോ? ആർക്ക് കിട്ടും ഈ ഭാഗ്യം? ഒരു ദിവസം മരണം അറിഞ്ഞ് ഒരു ദിവസം ചെയ്ത എൻ്റെ അച്ഛൻ എല്ലാവരെയും അവിടെ ഭക്തനും അഭക്തനും എല്ലാവരെയും വിളിച്ചിരുത്തി ആരും മാറാതെ അവിടെ എത്ര പേരുണ്ടോ അവരെല്ലാവരും കൂടുന്ന ഒരു സ്തോത്രയാഗം കഴിച്ച് 2 പേരെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുത്തു. അതായത് ഈശ്വരങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. ശരീരത്തിനെ മരിക്കും. കാരണം അങ്ങനെ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ആ നേരത്തെ കുട്ടി അറിഞ്ഞ് മനസ്സിലാക്കി എല്ലാവരെയും വിളിച്ച് വരുത്തി ബന്ധക്കാരെ സ്വന്തക്കാരെയൊക്കെ വെച്ചിട്ട് ഒരു ഭാഗം എല്ലാവർക്കും ചെറുതായ രീതിയിൽ ആഹാരമൊക്കെ കൊടുത്ത് എല്ലാവരും കൂടെ കുഞ്ഞു കുട്ടി വയസ്സരെല്ലാവരും സഹിതം ആരാധനയങ്ങ് നടത്തി. ആ സമയമായപ്പോൾ പറഞ്ഞു വിട്ടു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു പ്രത്യേക ഒരു സന്യാസിയായിരുന്നു, മുന്നേ അറിയാം അതുകൊണ്ട്. പക്ഷെ ഇവിടെ 7 ദിവസവും ഈ നല്ല ഭക്തന്മാരായ മുനിമാർ ഒന്നിച്ച് ഇദ്ദേഹത്തിനെ സഹായിപ്പാനും പ്രാർത്ഥിപ്പാനും കൂടി ഇരിക്കുമ്പോൾ ഇത്രയും പുണ്യം ചെയ്തൊരു മഹാത്മാവ് വേറെ എവിടാ ഉള്ളത്? അതുകൊണ്ട് നിങ്ങളിങ്ങെനിക്കിനി മൃത്യുകാലത്തെങ്കിൽ ഞാൻ എങ്ങനെ വേണ്ടു പുനരെന്നരുൾ ചെയ്തിടണം മംഗളകരമായ കൈവല്യം വരുത്തുവാൻ. ഇങ്ങെളുതായുള്ളത് എന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു. പിന്നെയും മുനീന്ദ്രന്മാർ ഇങ്ങനെ സാർവഭൗമനാകിയ നൃപവരൻ ഭഗവൽ ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞൊരു ഭഗവൽ ഭക്തൻ തനിക്കുടനെ പരഗതി വരുവാൻ എളുതായത് അവരവരിയ വേദാന്ത ശാസ്ത്രാദികൾ പലതിലും ഭഗവൽ ഭക്തൻ തനിക്കുടനെ പരഗതി വരുവാൻ എളുതായത് എന്തുള്ളതെന്ന് അവരവരറിയ വേദാന്ത ശാസ്ത്രാദികൾ പലതിലും നല്ലത് ഏതെന്ന് ചൊല്ലിക്കൊടുപ്പാൻ അരുതാഞ്ഞു വല്ലാതെ വലഞ്ഞവരെല്ലാവരും ഇരിക്കുമ്പോൾ എന്ത് പറഞ്ഞു കൊടുത്താലോ പറ്റുന്നത് അവർക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. പലതും തിരിഞ്ഞു നോക്കി ഏത് കൊടുത്താൽ പറ്റും ഇതിന് വേണ്ടുന്ന പോംവഴി. പക്ഷെ അവർക്ക് ഈ മുനിമാർക്കൊന്നും ഒന്നും സാധിക്കാൻ കഷ്ടപ്പെടുന്നു. എന്ത് ചെയ്താൽ പറ്റുമെന്ന് അറിയാതെ വിഷമിച്ചപ്പോൾ ചൊല്ലഴും പൗരാണിക ആചാര്യ നന്ദനായ കല്യാണാലയൻ കരുണാബുധി തപോനിധി തുല്യചേതസ സർവലോക അനുഗ്രഹാർത്ഥമായി അല്ലലെന്നിയേ പെരുമാറിന ദിഗംബരൻ ഗർഭസ്ഥനായ അന്നേ താൻ മുക്തനായുളവായ മുക്ത മോഹന രമണീയ സുന്ദര രൂപൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാരാന്നറിയാമോ? സൂത പൗരാണി, അതായത് വേദവ്യാസ മഹാമുനിയുടെ ശിഷ്യൻ മകനായ ശൗനക മഹാമുനി അവിടേക്ക് എത്തുന്നതാണ്. ഗർഭസ്ഥനായ അന്നേ താൻ മുക്തനായി ഉളവായ മുഗ്ധ മോഹന രമണീയ സുന്ദര രൂപൻ. ഈ മകൻ വേദവ്യാസ മഹാമുനിയുടെ മകൻ ശിഷ്യനും അദ്ദേഹം അവിടേക്ക് വരികയാണ് ചെയ്തത്. ഈശ്വരന് തുല്യമാണ്. അങ്ങനെ പുത്രനെ വിളിച്ചളം അച്ഛനെ ചരാചരെ ഒത്തൊരുമിച്ച് ചേർന്ന് ഒന്നായി വിളി കേൾക്കുന്നവൻ സ്വസ്ഥനായ നരേന്ദ്ര വൃത്താന്തങ്ങൾ അറിഞ്ഞുടൻ ഈ രാജാവിൻ്റെ വൃത്താന്തങ്ങൾ അറിഞ്ഞ് ഉത്തമ ശ്ലോകൻ നിയോഗത്താൽ അതുകാലം. അപ്പം ഇദ്ദേഹത്തിന് ഉത്തമ ശ്ലോകനും നിയോഗത്തിനാൽ അതുകാലം ശ്രീശുക മഹാമുനിതാൻ അതിമന്ദം മന്ദം ആശു ശുക്ഷണി ദേവൻ ആശകൾ മിന്നും വണ്ണം അഗ്നി പ്രകാശിക്കുന്ന പോലെയാണ് അവിടേക്ക് അപ്പോഴേക്ക് വരുന്നത്. എന്നുവെച്ചാൽ അത്രമാത്രം തേജസ്സല്ലേ അദ്ദേഹത്തിന്. അതായത് വേദവ്യാസ മഹാമുനിയെ പോലെ തന്നെയാണല്ലോ മകനും, ഒന്നിനൊന്ന് മെച്ചമാണ്. പുത്രനെ വിളിച്ചളവ് അച്ഛന് ചരാചരെ ഒത്തൊരുമിച്ച് ചേർന്ന് ഒന്നായി വിളി കേൾക്കുന്നവൻ.
പിതാവും മകനും ഒന്നിനൊന്ന് മെച്ചമാണ്. അങ്ങനെ തേജസ്സോടുകൂടി അവിടേക്ക് വരുന്നു. ആരെ രക്ഷിക്കാനാ പരമാത്മാവായ ഭഗവാൻ പറഞ്ഞു വിട്ടേക്കുന്നത്? ഈ മഹാമുനികൾ മറ്റുള്ളവരെല്ലാം എന്തൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാതെ വന്നപ്പോൾ ഭഗവാൻ തന്നെ അതിനൊരു പോംവഴി കണ്ടുപിടിക്കാൻ ഭഗവാൻ തന്നെ അവിടേക്ക് അവതരിച്ചെന്ന് പറയാം. കാരണം അഗ്നി ജ്വലിക്കുന്നത് പോലല്ലേ വന്നത്. പരമാത്മാവാണല്ലോ സർവത്തിലും വസിക്കുക. കാരണം വേദവ്യാസ മഹാവൻ നാരായണനാണല്ലോ, അദ്ദേഹത്തിൻ്റെ പുത്രനും അത് തന്നെ ആണല്ലോ. അതുകൊണ്ട് മന്ദം അവിടേക്ക് ശുക്ഷണി ദേവൻ ആശകൾ മിന്നും വണ്ണം, എന്താ പറയാ, പിന്നെ ഇത് അഗ്നിദേവനെ പോലെ പ്രകാശിച്ചും കൊണ്ട് ആണ് ആരെ കാണാൻ വന്നത്, അവതാരം ചെയ്തത്? ഈ രാജാവിനെ. രാജാവ് എന്താ വെറും മോശക്കാരനായിട്ടാണോ? ഒരു നിമിത്തത്തിന് വേണ്ടി, ഇതിനു വേണ്ടിയിട്ടാണ് ഒരു കാര്യം അവിടെ വന്ന് സംഭവിച്ചത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമുക്കൊരു ചെറുതെന്തെങ്കിലും വന്നാൽ ചിന്തിച്ചോണം, നമുക്കളോട് ഭഗവാൻ അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു വരത്തില്ല, ഈശ്വരങ്ങളിലേക്ക് വരത്തില്ല, അറിഞ്ഞൂടാതെ കിടക്കും. അതുകൊണ്ട് ഇവിടെ ഈ രാജാവിന് ഇങ്ങനൊരു ശാപം വന്നു. അത് ഇത്രയും മഹാത്മാക്കളും ഈശ്വരന് തുല്യമായിരിക്കുന്ന ശ്രീശുഖ മഹാമുനിയുടെ ഉപദേശങ്ങൾ കേൾക്കാനും ഈശ്വരങ്ങളിലേക്ക് എത്താനും മോക്ഷത്തിലേക്ക് ചെല്ലാനുള്ള ഒരു യോഗം അദ്ദേഹത്തിന് കിടന്നത് കൊണ്ടാണ്. നമ്മളും പ്രാർത്ഥിക്കണം ഇതുപോലെ. അതുകൊണ്ട് താപസന്മാരും കണ്ടു വിസ്മയിച്ച അനുക്ഷണം പ്രത്യുദ്ധാന ആദ്യ ആചാര പൂജാവന്ദനങ്ങളും കൃത്വ തൽസഭാരംഗേ നൽകിനാർ മാന്യസ്ഥാനം. എല്ലാവർക്കും അതിശയമായി, ഇതാരായി വന്നിരിക്കുന്നത്, മിന്നി തിളങ്ങുമല്ലേ. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ആചരിച്ച് പിന്നെ പ്രത്യുത്ഥാനം എല്ലാവരും എഴുന്നേറ്റ് ആദ്യ ആചാര പൂജാ വന്ദനങ്ങളൊക്കെ ചെയ്ത് തൽസഭാരംഗേ ആ സഭയിൽ നൽകി എന്ത് കൊടുത്തു? മാന്യസ്ഥാനം. ഒന്നാമത്തെ ഇരിപ്പടം ഇട്ടുകൊടുത്തിരുത്തി പൃഥ്വീശൻ താനും കണ്ടു വന്ദിച്ചു സസംഭ്രമമുദ്ധായ നമസ്കരിച്ച് അഞ്ജലി ബന്ധത്തോടും. അതായത് ഈ രാജാവും അതുപോലെ തന്നെ ചെയ്തു, നമസ്കരിച്ച് ഭക്തദൈവ പാദ്യാർഘ്യാദി കൊണ്ട് പൂജിച്ച് അങ്ങൊരു ഭദ്രപീഠത്തിലാമാർ ഇരുത്തി യഥോചിതം സത്വരം. അങ്ങനെ അദ്ദേഹം ഇതെല്ലാം ഭക്തിവ പൂജിച്ച് ഇരുത്തി. പാദമൊക്കെ കഴുകി അത് വേണ്ടത് എന്താ വെച്ചാൽ അതെല്ലാം പറഞ്ഞാൽ ഒരുപാട് സമയം പോകും. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ യഥോചിതം ഇരുത്തി സത്വരം നരവരേന്ദ്രോത്തമനായ ഭവാൻ ഉത്തമാസനെ വസിക്കുന്നത മുനീന്ദ്രനും അദ്ദേഹവും രാജാവും യഥാർത്ഥമായി നല്ലൊരു ഉത്തമമായ ഇരിപ്പിടത്തിൽ അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി. രാജാവിനെ. എന്നിട്ട് പറയുന്നത് സ്വച്ഛമായി അരുൾ ചെയ്തു മറ്റുള്ള മുനീന്ദ്ര ഭൂനിർജരാദികളെയും അച്യുതാത്മനാ തന്നെ വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരിപ്പിൻ മുന്നേ പോലെ. അപ്പോൾ എന്താ ഈ മഹാമുനി എഴുന്നള്ളി വന്ന് ഇരുന്നിട്ട് അദ്ദേഹം പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതിന് മുന്നേ പ്രാർത്ഥിച്ചിരുന്നത്, എല്ലാവരും കൂടെ 7 ദിവസം ഇദ്ദേഹത്തിനോട് പിരിയാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ഇനിയും പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. മുന്നേ പോലെ ഈ സുഖമഹാമുനി വരുന്നതിന് മുന്നേ, അല്പസമയം മുന്നേ എങ്ങനെയാണ് അവിടെ ഭക്തിപൂർവ്വം ഇരുന്നത്, അതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചിരിപ്പിൻ. ഇത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. വിശ്വാസ ഭക്തിയാ മുഹുരന്നരുൾ ചെയ്ത നേരം സൽക്കാരം പരിഗ്രഹിച്ച് ഉൾക്കാമ്പു തെളിഞ്ഞുടൻ ഒക്കെ എല്ലാവരും ഇരുന്നിടുന്നോരനന്തരം. എല്ലാവരും അങ്ങനെ ഇരുന്നിട്ട് മുക്തഹാസവും പൂണ്ടു മറ്റുള്ള മുനീന്ദ്രന്മാർ വിഷ്ണുരാധനെ സംഭാവിച്ചു അരുൾ ചെയ്തിടിനാർ. അവർ പറഞ്ഞു കൊടുക്കുന്ന ഇനി എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചോദിച്ചുകൊള്ളൂ. വേണ്ടുന്നതൊക്കെയും ഈ സുഖമഹാമുനിയുടെ ഉള്ളത്തിലുണ്ട്, അത് പകർന്നു തന്നുകൊണ്ടിരിക്കും. നന്നായി എന്തൊക്കെയാ വേണ്ടതെല്ലാം ഓർത്ത് പറഞ്ഞുകൊള്ളൂ. ഞങ്ങളോടിവിടെ ചോദിച്ച ചോദ്യത്തെ പുനരിഞ്ഞ് ഇരുന്ന് അലസാതെ ശ്രീശുകൻ തന്നോടിപ്പോൾ മന്ദത ഒഴിഞ്ഞ് ചോദിച്ചു കൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞ് കേൾക്കായി വരും എല്ലാവർക്കും. ഈ എന്താ നിങ്ങളിൽ ഒരു ഒരാളെന്നെ ഒന്ന് പ്രസാദിച്ചാൽ എനിക്ക് ഇപ്പോൾ തന്നെ സർവമംഗളം കിട്ടുമെന്ന് പറഞ്ഞ് അവർക്ക് എന്താ പറയേണ്ടത് അറിയാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ മഹാമുനി അവിടേക്ക് വന്നു ചേർന്നത്. ഇനി സംശയങ്ങളെല്ലാം പറഞ്ഞോളൂ, അലസത പാടില്ല, സന്തോഷമായിട്ട് മടിച്ചിരിക്കാതെ എന്തും ചോദിച്ചുകൊള്ളൂ, വേണ്ടുന്നതെല്ലാം പറഞ്ഞു തരും.
സർവജ്ഞനായ മുനീന്ദ്രോത്തമൻ അരുൾ ചെയ്താൽ സർവസമ്മതം വരുമില്ല സംശയമേതും, ഒരു സംശയം വേണ്ട. സർവജ്ഞനായ ഈ മുനീന്ദ്രോത്തമൻ എന്ത് അരുളിയാലും അത് സർവസമ്മതമാണ്, സർവർക്കും സമ്മതമാണ്. അവിടെ പിന്നെ ഒരു ഓപ്പോസിറ്റ് ഇല്ല. അത് യഥാർത്ഥമായ അത് വാക്കൊന്ന് ഉച്ചരിച്ചാൽ മതി. അതാണ് ശ്രീശുക മഹാമുനി. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, എന്താണെന്നുള്ളത് ചോദിക്കൂ, ഒരു മടുപ്പും വേണ്ട, മന്ദത വേണ്ട, ആ അലസതയൊക്കെ മാറ്റി ചോദിക്കൂ. ദിവ്യ സംവാദം കലിയുഗത്തിൽ ഇനി മേലിൽ അവ്യാജം പരോപകാരത്തിനായുള്ളൊന്നല്ലോ. അവ്യാജം പരോപകാരത്തിനായുള്ളൊന്നല്ലോ, കളങ്കമില്ലാതെ ഈ കലികാലത്തില് ദിവ്യ സംവാദം, ഇത് ദിവ്യമാർഗ സംവാദമാണ്. ഈ സംവാദം, ഈ ശുഗമഹാമുനിയുമായിട്ടുള്ള ഈ സംവാദം ഈ കലിയുഗത്തിൽ ഇത് ഔഷധമാണ്. ഇത് കളങ്കമില്ലാത്ത കള്ളമില്ലാത്ത ഒരു ഉപകാരമാണിത്. ഈ ലോകത്തിന് സമ്മതമാണ്. ഇതാണ് ഭാഗവതം. ഇത് പരമാത്മാവാണ്, ഇത് നാരായണനാണ്, ഇത് പരൻപുരുഷനാണ്, ഇത് ഒരു കളങ്കമുള്ളതല്ല, സത്യമാണ്, ഇത് വേദമാണ്. ഇതെല്ലാവരും ഇത് കേട്ട് പഠിക്കുക. ഇത് അവരവർക്കാൾ ഒക്കുന്ന അറിവിനനുസരിച്ച്, ഞാൻ എൻ്റെ അറിവിനനുസരിച്ച് എൻ്റെ ഉള്ളിൽ പരമാത്മാവ് എങ്ങനെയാ പറയുന്നത് അതുപോലെ, എനിക്കല്ലാതെ ഒന്നും എനിക്കൊരു പ്രത്യേകിച്ച് ഇതിനൊരു ഗുരുവില്ല. എൻ്റെ കൃഷ്ണനല്ല, അതിന് പരമാത്മാവായ കൃഷ്ണൻ, അതാണ് എൻ്റെ ഉള്ളത്തിലിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്രയ്ക്കേ പറ്റൂ. മറ്റുള്ള മക്കളിത് മനസ്സിലാക്കി എത്രത്തോളം അറിയാം, ഒരിക്കലും ആർക്കും ആരാലും പറ്റുന്നതല്ല അറിയാൻ. എന്നാൽ ഉള്ളതുപോലെ അറിഞ്ഞ് രുചികരമായി ഉള്ളതുപോലെ ഭക്ഷിക്കുക. കീർത്തിയും യുഗാന്തകാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും സർവലോകേഷു നിരന്തരം. ചോദ്യം ചെയ്താലും ഭവാൻ എന്നെല്ലാം അകം തെളിഞ്ഞാസ്തയാ മുഹുർമുഹുരാജ്ഞാപിച്ചതു നേരം വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്ന ചോദിക്കൂന്ന്. പാർത്ഥിവൻ താനും നമസ്കാരം ചെയ്ത ആംനായ വ്യാസാത്മജ പദാന്തികെ പാർത്തു പേർത്തെഴുന്നുടൻ. ഈ വ്യാസാത്മജൻ എന്ന് വെച്ചാൽ വേദവ്യാസൻ, ആത്മജൻ മകൻ, അതായത് വേദവ്യാസന്റെ മകന്റെ പദ അന്തികെ, ശ്രീശുക മഹാമുനിയുടെ അടുത്ത് അന്തികെ പാർത്തു പേർത്തെഴുന്നുടൻ. ആരാ? ഈ രാജാവ്. സ്വേച്ഛയാ വിനീതനായി അഞ്ജലി ഹസ്തത്തോടെ വാഗ്മിയാം നൃപൻ മധുരാക്ഷരവാച ചൊന്നാൻ. മധുരമായി ഗുരുവിൻ്റെ അടുത്തേക്ക്, ഒരു പരമാത്മാവായ ഗുരു, ഈശ്വരൻ മഹാനാരായണൻ തന്നെയാണ് ഈ വ്യാസാത്മജൻ, അതായത് ഈ ശ്രീശുക മഹാമുനി. അദ്ദേഹത്തിന് അടുക്കത്തന്നെ ചേർന്നിരുന്നു കൊണ്ട് കൈ രണ്ടും കൂപ്പി ഹസ്തം, അതായത് വിനീതനായി വാഗ്മിയാണ്. ആരാ? ഈ രാജാവ്. വാഗ്മിയ നൃപൻ മധുരാക്ഷരവാച, നല്ല മധുരമായി ചോദിക്കുന്നെന്താ? നിന്തിരുവടി തുലോ അന്ധനാ അടിയനെ സന്തതം അനുഗ്രഹിച്ചിടുവാനായിക്കൊണ്ട് ഇപ്പോൾ ചിന്താ ചഞ്ചലം ഒഴിഞ്ഞ് എഴുന്നള്ളിയ മൂലം അന്തരാസഫലമായി വന്നിതോ മമ ജന്മം. അദ്ദേഹം എനിക്ക് 7-ാം നാൾ എന്നെ സർപ്പം ദംശിക്കുന്നൊന്നും അല്ല അവിടെ പറഞ്ഞത്. ഭഗവാനെ, നിന്തിരുവടി തുലോ അന്ധനാമടിയനെ, അറിവില്ലാത്ത രാജാവ് പറയുന്നു. അതാണ് മധുരമായി പറയുന്നു എന്ന് എന്താ പറയാ? അന്ധൻ, എനിക്കറിയില്ല ഭഗവാനെ, എനിക്കൊന്നും അറിയില്ല. ഗുരു ശുഗമഹാനത്ത് പറയുന്നു, സന്തതം എന്നെ എപ്പോഴും അനുഗ്രഹിച്ചിടുവാനെ കൊണ്ട് ഇപ്പോൾ ചിന്ത ചഞ്ചലമൊഴിഞ്ഞ് എഴുന്നള്ളിയ മൂലം, അത്രത്തോളം സന്തോഷമായിട്ട് ചഞ്ചലങ്ങളെല്ലാം ഇല്ലാതെ അത്രമാത്രം കൃപയോടുകൂടി ഏകമായി ഇങ്ങനെ ചിന്തിച്ച് വന്നതുകൊണ്ട് എന്ത് വന്നു? എഴുന്നള്ളിയ മൂലം അന്തരസഫലമായി വന്നു എൻ്റെ ജന്മം. കണ്ടാൽ മാത്രം മതി, ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കണ്ടാൽ മതി, തീർന്നു സർവ്വദോഷവും. അത് ഈ രാജാവിനറിയാത്ത മധുരമായി പറയൂ. അല്ലാതെ ദൈവമേ മഹാമുനി, എനിക്കൊരു ദിവസം കഴിഞ്ഞു പോയി, ഞാൻ മരിക്കാൻ പോണ്, എനിക്ക് എന്നെ ഇന്നത് എന്തോ സർപ്പം ദംശിക്കുന്നൊന്നും കരയെ വിളിക്കുക ഒന്നും അല്ല ചെയ്തത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു, എനിക്ക് സഫലമായി, എൻ്റെ ജന്മം തൃപ്തികരമായി. ഇങ്ങനൊരു മഹാത്മാവിനെ ആ സമയത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ആർക്ക് കിട്ടും? നിത്യമീ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിനെത്തുകിൽ ഇതിന്മീതെ മറ്റിഹ ലോകത്തിങ്കൽ മർത്യന്മാർക്കൊരു പുണ്യവർദ്ധന എന്തോന്നുള്ളത് അത്യന്തം അതിന് അനുഗ്രഹിക്കണമേ വിഭോ. സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്രാകൃതി നിരന്തരം.
കേവലം ദർശിക്ക മാത്രത്താലേ സാധുക്കളെ പാവനമായിടുന്നു പാതകീയങ്ങളും. നമ്മൾ എവിടെയൊക്കെ പോയാലും എന്താ പറയുക, എത്രത്തോളം പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളിൽ എവിടെയൊക്കെ പോയി എന്തെല്ലാം ചെയ്താലും ഭഗവാൻ ഇങ്ങനെ പരമ പുണ്യാത്മാവായിരിക്കുന്ന ഒരു മഹാത്മാക്കളെ ദർശിക്കാൻ മാത്രത്തിൽ എന്ത് വരും? സാധുക്കൾ പാവനമായിടും, സജ്ജനങ്ങൾക്ക് സന്തോഷം പാവനമായിടും. ഇതാണ് ഏറ്റവും സജ്ജന സംസർഗം എന്ന് പറയുന്നതാണ്. അവരെ കാരണം അവരിലുണ്ട് ഈശ്വരൻ, അതുകൊണ്ടാണ് സംഭവം, അല്ലാതൊന്നുമല്ല. ഒരു യഥാർത്ഥ ഭക്തൻ ഒരു പുണ്യാത്മാവിൽ പരമാത്മാവ് വസിക്കുന്നത് കൊണ്ടാണ് കാണുന്ന മാത്രം തന്നെ നമുക്ക് ജന്മം സഫലമാകുന്നു എന്ന് ഈ പരിഷത്ത് പറയുന്നത്. അതുകൊണ്ട് പാവനമായിരുന്ന പാതകീയങ്ങൾ ഏത് പാപവും ആകയാൽ അവമാനമിങ്ങനെക്ക് അകതാരിൽ ഏകതാ ഭവിക്കരുത്. ആരിലും ഒരിക്കലും എൻ്റെ ഉള്ളം കൊണ്ട് ആരെയും അപമാനിക്കാൻ ഒരിക്കലും വരുതരുതേന്ന് അദ്ദേഹത്തോട് പറയുന്നു. കാരണം സംഭവിച്ചു പോയതല്ലേ, അദ്ദേഹം ചെയ്യുന്ന ആളല്ല. പക്ഷെ ഇതൊരു നിമിത്തം, അങ്ങനെ ഇനി അതങ്ങനെ ഉണ്ടാകരുതേ. ഭൂദേവാദ്യ അഖില സാധുക്കളിൽ വിശേഷിച്ച് ആദരാൽ അതിശയഭക്തി ഉണ്ടാകണം. ഭൂദേവാദ്യ അഖില സാധുക്കൾ, ഈ ഭൂമിയിൽ ദേവന്മാർക്ക് തുല്യമായ സാധു ഭക്തന്മാരിൽ. കാരണം ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു മഹർഷി ഒരു ധ്യാനത്തിലിരിക്കുന്ന ഒരു മുനിയിലാണ് ചെയ്തു പോയത്. ഈ സർപ്പത്തെ എടുത്തിട്ടത് അത് ആളാരാണ്? അദ്ദേഹം ദിവ്യാത്മാവാണ്. അപ്പോൾ ഭഗവാന്റെ പുറത്ത് പാമ്പിനെ ഇട്ടാൽ എത്രമാത്രമാണ്, അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു സാധു ഭക്തനിൽ പരബ്രഹ്മമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു ഭക്തനെ ഒന്നും മനസ്സാ വാച കർമ്മണ ചെയ്തുകൂടാ ഭഗവാനെ കാണുന്നത് പോലെ അവരെ കാണണമെന്ന്. ഇതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഭൂദേവാദ്യ അഖില സാധുക്കളിൽ വിശേഷിച്ചു ആദരാൽ അതിശയഭക്തി ഉണ്ടാകണം. അതിശയമായിരിക്കണം. അയ്യോ, ഇത് ധ്യാനിച്ചിരിക്കുന്ന മഹാമുനിയല്ലേ, അയ്യോ ഇവിടെ പാടില്ല, ഉണർത്തിക്കൂടാ. അത് ഉള്ളത്തിൽ അദ്ദേഹത്തിന് അറിവില്ലാതെ ആ സമയം അങ്ങനെ സംഭവിച്ചു പോയി. നമ്മൾ ചിന്തിച്ചോണം, നമുക്ക് വേണ്ടിയാണിത് പറയുന്നത്. നാനാ യോനികളിൽ നിന്ന് ഉത്ഭവിക്കലും മമ മാനസേ ഹരിപാദ ഭക്തി ഉണ്ടാകണം. നാനാ യോനികൾ, ഇവിടെ എന്തൊക്കെ രീതിയിലാണ് ഒരു പുഴു തൊട്ട് ബ്രഹ്മാവ് വരെയുള്ള യോനികൾ എന്തൊക്കെയാണുള്ളത്, ഏത് ജീവജാലങ്ങളായാലും എന്ത് വേണം നമ്മളെ മനസ്സിൽ? അതിലെല്ലാം ഭഗവാനാണെന്ന് ഹരിപദ ഭക്തി ഉണ്ടാകണം. അതെല്ലാം ഭഗവാനാണ്, പരമാത്മാവാണെന്ന്, ഹരിയാണ്, അത് കൃഷ്ണൻ തന്നെയാണ്, അല്ലെ ഈശ്വരൻ തന്നെയാണ്. ഇതിലെല്ലാം ഒന്നും നാമല്ലാതെ വേറെ ഒന്നും ലോകത്തില്ല. എല്ലാം എന്നിരിക്കുന്ന ഞാൻ തന്നെയാകുന്നു അതിലും എന്ന് നമ്മൾ ചിന്തിക്കണം. ഇനിയിപ്പം കണ്ണാടി കൊണ്ട് കാണാൻ പറ്റില്ല, കണ്ണുനീര് ആയതുകൊണ്ട് അതെനിക്ക് സാധാരണ ഓർത്ത് ഇങ്ങനെ അങ്ങ് ചൊല്ലാറില്ല, കാരണം പിന്നെ വായിക്കാൻ പറ്റത്തില്ല എനിക്ക്. പിന്നെ ഇങ്ങനെനിക്ക് ഏറ്റ ശാപത്താൽ 7-ാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളതും നൂനമല്ലോ, അത് സത്യമാണല്ലോ. എന്നാൽ എന്തപ്പോൾ പരലോക പ്രാപ്തിക്കായി ഒന്ന് മുന്നേ ചെയ്യേണ്ടതെന്നും കേൾക്കേണ്ടത് എന്തൊന്നെന്നും വന്ദിച്ച് പൂജിക്കേണ്ടത് ആരെയെന്നതും മുഹുരനുള്ളിൽ ധ്യാനിക്കേണ്ടത് എങ്ങനെ ഞാൻ എന്നതും നന്നായി അനുഗ്രഹിച്ച് ആനന്ദം വരും വണ്ണം സന്ദേഹം ഒഴിച്ചരുൾ ചെയ്യണം ദയാനിധേ. ഇതറിയാമല്ലോ എന്താണെന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണം, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ആനന്ദം ഉണ്ടാകാൻ. മരണസമയത്ത് ആനന്ദം ഉണ്ടായിരിക്കണം. പരമാത്മാവിൽ ലയിക്കുമ്പോഴാണല്ലോ ആനന്ദമുണ്ടാകുന്നത്. അത് എങ്ങനെ വേണം, എന്ത് ചെയ്താൽ പറ്റും, അതെനിക്ക് വേണ്ടത് ചെയ്ത് അറിയിച്ചു തരണമേ ദയാനിധേ. നമസ്തേ മഹാത്മനേ പരമാത്മനേ നമോ നമസ്തേ തവ ദാസശിഷ്യോഹം പ്രസീദമേ. നമസ്കാരേണ മുഹു സ്തുതിച്ചീവണ്ണം ഗുരു സമക്ഷം സുരേന്ദ്രനെ പോലെ ഭൂപതി വീരൻ നമിച്ചു തൊഴുത് കൈണകൾ കൂപ്പിത്തന്നെ സുമത്യാശയ വസിച്ചിടിനാൻ സുഖാസനേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എങ്ങനെ വസിച്ചു? ഇങ്ങനെല്ലാം കൈണ കൂപ്പി തൊഴുത് സുമത്യാശയ വസിച്ച സുഖാസനെ, സുഖമായിട്ട് ഈ ആസനെ എങ്ങനെ ഇരിക്കുന്നത്, എന്താ അത്ര സന്തോഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഉള്ളം
അത്രമാത്രമാണ് പരമാത്മാവിനോട് ചേരാനുള്ള യഥാർത്ഥമായ ഉള്ളമാണ് ഈ രാജാവിന്. ക്രമത്താലേവം പ്രതിപാദ്യ അർത്ഥം പുരാണസ്യ നിമിത്തം സംക്ഷേപാധികാര നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ടിവിടെ ചൊല്ലിടിനേൻ. അമർത്തേന്ദ്രനെ പോലെ വസിക്കും നൃപൻ മുമ്പിൽ. നമ്മുടെയൊക്കെ മുമ്പിൽ എന്താ ഇദ്ദേഹം? അമർത്തേന്ദ്രനെ പോലെ, ദേവലോകത്തെ ദേവേന്ദ്രനെ പോലെ വസിക്കുന്നു. എന്താ കാരണം? ഭക്തൻ. വേറൊന്നും നമ്മൾ അറിയണ്ട. എന്തെല്ലാം ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചാലും ഈശ്വരനോട് ഭക്തി ഇല്ലെങ്കിൽ ഒന്നുമല്ല. ഒരു ഭക്തന് കിട്ടേണ്ടതാണ് ഇതൊക്കെ. അദ്ദേഹം പ്രാണായാമമൊന്നും ചെയ്തില്ല, 7 ദിവസത്തെ പ്രാണായാമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭക്തനായിരുന്നു അദ്ദേഹം. നന്നായി പ്രജകളെ രക്ഷിച്ചു രാജ്യം പാലിച്ചൊരു മനുഷ്യൻ, എല്ലാം കൊണ്ടും പുണ്യവാനായിരുന്നു. അതുകൊണ്ട് അത് കിട്ടി. എന്താ കാരണം? പ്രവൃത്തി, നല്ല പ്രവൃത്തി. നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മൾ മനസാ വാചാ കർമ്മണ. ഈ ഭാഗവതം എന്താ പറയുന്നത്? മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശുദ്ധമായ കർമ്മങ്ങളെ ചെയ്യാവൂ. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലും, വാക്ക് പറയുന്നത് പോലും, പ്രവൃത്തിയും എല്ലാം അങ്ങനെ ആകണം. വെറുതെ ഭക്തി വരണമെങ്കിലും ഈ പ്രവൃത്തി നന്നായേ കിട്ടും. എല്ലാത്തിനും ഭക്തി ഉണ്ടാകത്തില്ല. ഭക്തി പെരുത്തെങ്കിൽ മനസ്സിലായിക്കോണം പ്രവൃത്തി നന്നായതുകൊണ്ടാണെന്ന്. ഭക്തി പെരുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ചിന്തിച്ചോണം പ്രവൃത്തി നല്ലതല്ലാഞ്ഞിട്ടാണെന്ന്. പ്രവൃത്തി നല്ലതാണെങ്കിൽ ഭക്തി താനേ വരും. അത് നമ്മുടെ പ്രവൃത്തിയിലിരിക്കുക. കാരണം എന്തും നന്മ മാത്രമേ പ്രവർത്തിക്കാവൂ. ഇല്ലാത്തവർക്ക് ഒരിക്കലും ഈശ്വരങ്ങളിലേക്ക് ചേരാൻ, പ്രവൃത്തി ദോഷമെങ്കിൽ നമ്മൾ എങ്ങനെ ചെന്ന് ചേരും? ദുഷ്കർമ്മങ്ങൾ ചെയ്തും കൊണ്ട് ഒരു പുണ്യാത്മാവായി ഭഗവാൻ അവിടെ ചേർക്കൂ? നല്ല ഈശ്വരൻ എന്താ അവിടെ ചെയ്ത് കാണിച്ചു തന്നത്? ഇതൊക്കെ തന്നെ ഈ നന്മ. ഈ എല്ലാ ജീവജാലങ്ങളിലും ആരാണ്? ഭഗവാനാണ് വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇലയെങ്കിലും നുള്ളുമ്പോൾ ഇത് ഭഗവാനാണെന്ന് ചിന്തിച്ചിട്ട്, ഭഗവാനെ അങ്ങ് ക്ഷമിക്കണമേ, ഈ പുഷ്പം, ഈ ഇല എനിക്കിത് ആവശ്യമുണ്ട് കണ്ണാ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പാപമില്ല. അത് ഭഗവാനായിട്ട് അർപ്പിച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു ദ്രോഹവും ഒന്നുകൊണ്ടും ആരെയും, ഒരു ജീവജാലങ്ങളെപ്പോലും ഉപദ്രവിച്ചുകൂടാ, കൊന്നു തിന്നൂടാ. ഇതെല്ലാം നമ്മൾ എല്ലാ കർമ്മവും പരിശുദ്ധമായി ചെയ്തവർക്ക് മാത്രമേ ഇതെല്ലാം ഒത്തുവരൂ. പ്രവൃത്തി ദോഷം ചെയ്താൽ ഒരിക്കലും ഇത് കിട്ടില്ല. വെറുതെ ധ്യാനിക്കാം, വെറുതെ യോഗ ചെയ്യാൻ നല്ലേ ഉള്ളൂ. ഈ ലോകത്തിൽ എല്ലാവരും ഇന്ന് യോഗ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവരെല്ലാം ശുദ്ധരാണോ? ഇന്ന് ഓരോരുത്തർ പറഞ്ഞ് കേട്ട് എല്ലാവരും അങ്ങ് ധ്യാനത്തിലേക്ക് പോയേക്കോ. എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അത് ഭാഗവതം വെല്ലുവിളിക്കുന്നു. യാതൊന്നും കിട്ടത്തില്ല. പ്രവൃത്തി ഇന്ന് ഈ ലോകത്ത് 100 പേരുടെ 100 പേര് ഒരുപോലാണോ? അതിൽ ഒരുത്തനങ്ങാണേ കാണൂ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവൻ. അവൻ ഇത്രയും പേര് യോഗം ചെയ്യുമ്പോൾ, പ്രാണായാമം നടത്തുമ്പോൾ, ഈ യോഗ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൂട്ടിയിരുന്ന് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരുത്തൻ പോലും കണ്ടില്ലെന്നും വരും. 1,000,000 ഉള്ളൂ. ഭഗവാൻ പറഞ്ഞേക്കുന്നത് 1000 ഉള്ളെന്നാണ്. ഇപ്പോൾ ചിലപ്പോൾ 1,000,000 1 അല്ലെങ്കിൽ 10 കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, നമ്മുടെ പ്രവൃത്തി മുമ്പേ നന്നാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. എന്നാൽ ഇപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം കുറേശ്ശെ പോകെ 10 ജന്മം കൊണ്ടെങ്കിലും നേടാമല്ലോ. നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും ധ്യാനിക്കണം, നല്ലത് തന്നെയാണ്. അതിൻ്റെ കൂടെ പ്രവൃത്തി കൂടെ ഇങ്ങനെ കുറേശ്ശെ നന്നാക്കി വന്നാൽ നമുക്കും ഈ യോഗം എപ്പോഴെങ്കിലും കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എങ്കിലും ചെയ്യുന്ന കർമ്മം പാഴി പോകത്തില്ല. നന്മ ചെയ്യുന്നത് എപ്പോഴായാലും ഈ ജന്മം അല്ലെങ്കിൽ വരും ജന്മങ്ങൾ നമുക്ക് കിട്ടും. അതിൻ്റെ ബാക്കി എടുത്താൽ മതി. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.